നമ്മുടെ ഈ ഒരു റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കാര്യത്തിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. പലപ്പോഴും നമുക്ക് അവരുടെ ഒരു ലൈസൻസ് കിട്ടുന്നതിന് ഈ ഗൈഡ് ലൈൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ പറ്റുക. ആ ഗൈഡ് ലൈൻസിൽ അത് എങ്ങനെ ഉപയോഗിക്കട്ടെ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഉണ്ട്. ആ ആക്റ്റുകൾ അല്ലെങ്കിൽ ആ റെഗുലേഷൻസ്, ഗൈഡ് ലൈൻസ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ അതിന് റിട്ടൺ ഗൈഡൻസ് ഉണ്ടാകണം. എങ്ങനെയാണ് നമ്മളുടെ ഹോസ്പിറ്റലിലെ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെയും സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെയും കീമോതെറാപ്യൂട്ടിക് ആൻഡ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെയും യൂട്ടിലൈസേഷൻ ചെയ്യേണ്ടതെന്ന് റിട്ടേൺ ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. ആ റിട്ടേൺ ഗൈഡ് ലൈൻസ് നമ്മൾ ഉണ്ടാക്കേണ്ടത് നാഷണൽ റെഗുലേഷൻസിനെ, ഗൈഡ് ലൈൻസിനെയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിട്ടായിരിക്കണം. ആ ഗൈഡ് ലൈൻസ് സ്വാഭാവികമായിട്ടും നമ്മളെ സഹായിക്കും. അത്തരത്തിലൊരു ഗൈഡ് ലൈൻ വേണം എന്നതിനെക്കുറിച്ചാണ് MOM 9A പറയുന്നത്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കീമോതെറാപ്യൂട്ടിക് ഏജൻറ്റ്സ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആർ യൂസ്ഡ് സേഫ്ലി. അതിന് ഒരു കൃത്യം ഡോക്യുമെൻറ്റഡ് ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. ഈ ഗൈഡ് ലൈൻസ് AERB ഗൈഡ് ലൈൻസ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ഗൈഡ് ലൈൻസ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ. സോ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ ഗൈഡ് ലൈൻസ് നമ്മൾ എഴുതി ഉണ്ടാക്കേണ്ടത്.